السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. പ്രിയമുള്ളവരെ, ഒരു അനുഭവത്തെ കുറിച്ച് പറയാൻ വേണ്ടിയാണ് ഒരു വീഡിയോയിൽ വരുന്നത്. കാരണം ദിക്റുകളുടെയും അതുപോലെ ഒരുപാട് ഇസ്മുകളുടെ മഹത്വങ്ങളെ കുറിച്ച്, സിഹ്ർ സംബന്ധമായ വിഷയത്തെക്കുറിച്ചൊക്കെ ഒരുപാട് വിഷയങ്ങൾ ചർച്ച ചെയ്തിരുന്നു. ആ കൂട്ടത്തിൽ ഒരു വീഡിയോ ഒരുപാട് കമന്റാണ്. അതുപോലെ അതിൽ ഒരുപാട് കമന്റുകളും വളരെ സന്തോഷകരമായ കമന്റാണ്, നല്ല നല്ല അഭിപ്രായങ്ങളാണ്. അതിലൊരു സഹോദരി, ആ സഹോദരിയുടെ സത്യസന്ധമായ ഒരു അനുഭവം അത് നിങ്ങൾക്ക് പങ്കുവെക്കാൻ വേണ്ടിയാണ്, നിങ്ങളുമായിട്ട് ആ ഒരു വിഷയം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ്. ആ സഹോദരി, ചില ആളുകൾക്കുണ്ട്, എങ്ങനെ അറിയോ, ഒരുപാട് സ്വപ്നങ്ങൾ കാണും. ഒരുപാട് സ്വപ്നങ്ങൾ കാണുമ്പോൾ അവർക്ക് തന്നെ അറിയാം ഈ സ്വപ്നം നടക്കൂലാണ്. അങ്ങനെ ഉണ്ടാകുന്നല്ലോ. നമുക്ക് വലിയൊരു ആഗ്രഹം ഉണ്ടാകും. കാരണം ഒരു വലിയ വീട് കെട്ടണമെന്ന് ആഗ്രഹം ഉണ്ടാകും, വലിയ സ്ഥലമൊക്കെ വാങ്ങാം, എന്തെങ്കിലും ഉണ്ടാകും വിചാരിക്കാം. നമുക്കറിയാം ഇതെന്നെ കൊണ്ട് നടക്കുന്ന കാര്യമല്ല. കാരണം എനിക്ക് കിട്ടുന്ന വരുമാനം ഇത്രയേ ഉള്ളൂ. പിന്നെ ഇതുകൊണ്ട് എന്നാലും സ്വപ്നം ഉണ്ടാവും, ജീവിതത്തിൽ നടക്കൂലെന്നുണ്ടാവും. അങ്ങനെ ഒരു സ്വപ്നം ഉണ്ടായിരുന്നു ഈ സഹോദരിക്ക്. അത് നടക്കില്ല എന്ന് ഉറപ്പുണ്ട്. കാരണം നടക്കാനുള്ള ഒരു കാരണങ്ങൾ അതിനില്ല. അതിൻ്റെതായ ഒരു കാരണങ്ങൾ ഉണ്ടാവുമല്ലോ, സ്വാഭാവികമായിട്ടുണ്ടാവും. പല ആഗ്രഹങ്ങൾ, മനുഷ്യരാകുമ്പോൾ സ്വപ്നങ്ങൾ, ആഗ്രഹങ്ങൾ ഒരുപാട് വരും. ചിലർക്ക് സാധിക്കുന്ന ആഗ്രഹങ്ങൾ എന്നിട്ടും സാധിക്കാതെ പോകുന്നു. ചില ആളുകൾ ആഗ്രഹിച്ച് സ്വപ്നങ്ങൾ കണ്ട് ഒന്നും പോണിയാതെ മരണപ്പെട്ടു പോയിട്ട് എത്രയോ ആളുകൾ ആ സ്വപ്നത്തെ കുറിച്ച് ഇന്ന് മക്കൾ പറയാറുണ്ട്. എൻ്റെ വാപ്പാക്ക് ഇങ്ങനെ ഒരു സ്വപ്നം ഉണ്ടായിരുന്നു, ഉമ്മാക്ക് ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, അത് നിറവേറ്റാൻ എന്നെ കൊണ്ട് കഴിഞ്ഞില്ലല്ലോ എന്ന് അതിനെ ഓർത്ത് വിതമ്പി പറയുന്നവരുണ്ടാകാം. അങ്ങനെ നിങ്ങളുടെ കൂട്ടത്തിൽ അനുഭവം ഉള്ളവരെങ്കിൽ ഇൻഷാ അല്ലാഹ് കമന്റിലൂടെ രേഖപ്പെടുത്തുന്നത് കൊണ്ടൊരു ഗുണം എന്തറിയോ, മറ്റുള്ളവർക്ക് അതിനെ പോലെ മറ്റുള്ളവരുണ്ടല്ലോ എന്ന് പറയുമ്പോൾ ഒരു സമാധാനം ഉണ്ടാവുമല്ലോ. ആ ഒരു സ്വാഭാവികത അതിലുണ്ടാകും. അപ്പൊ ഈ സഹോദരി നടക്കില്ല എന്ന് വിചാരിച്ചൊരു കാര്യമാണ്. ഞാൻ നമ്മുടെ വീഡിയോയിൽ പറഞ്ഞതുപോലെ ആ സഹോദരി അതുപോലെ ചെയ്തു നോക്കി, നല്ല വിശ്വാസത്തോടു കൂടി ചെയ്തു. അൽഹംദുലില്ലാഹ്, അത് ചെയ്യേണ്ട കാലാവധി 21 ദിവസമായിരുന്നു. അങ്ങനെ 21 ദിവസം തുടരെയായി ചെയ്തിട്ട് 21 ദിവസം വരെ നടക്കുന്ന ഒന്നുമില്ല, അതിന്റെ ഒരു ലക്ഷണം ഒന്നും കാണുന്നില്ല. പിന്നെ നിരാശാണ് സ്വാഭാവികമായ. സഹോദരിക്ക് ഇതിപ്പോ ഇത് നടക്കാൻ പോകുന്നില്ല എന്ന് വിചാരിച്ചു. ആ 21 ദിവസം അത് നടന്നു കിട്ടി. ചില ദിക്റുകൾ അങ്ങനെയാണ്. തുടക്കത്തിലെ അതിന്റെ ലക്ഷണങ്ങളും അതിന്റെ മറ്റും കാണാതിരിക്കുമ്പോൾ ചില സഹോദരിമാർ ഫോൺ വിളിച്ചാൽ പറയാറുണ്ട്, എത്രയാ ഉസ്താദെ പറയുന്നത്. അപ്പൊ ഞാൻ എന്തെങ്കിലും പറയുമല്ലോ, കാരണം രോഗം കൊണ്ട് വിഷമിക്കുന്നവർക്ക് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്, അസ്സലാം യാ അല്ലാഹ് 121 പ്രാവശ്യം പറയാ. പിന്നെ കുട്ടികൾ പേടിയുമായിട്ടുള്ള ഷെയ്ത്താനുമായി ബന്ധപ്പെട്ട സൂറത്തുൽ ഫലഖ് ഞാൻ നിർദ്ദേശിക്കാറുണ്ട്. പല ആളുകൾ, ഞാൻ ഒരു കാര്യം മനസ്സിലാക്കാം, തീർച്ചയായും അള്ളാഹു ദുആ സ്വീകരിക്കാത്തതിന്റെ പിന്നിൽ വലിയ രഹസ്യം ഉണ്ടാവും. നാളെ പരലോകത്ത് നിങ്ങൾ വന്ന് പറയും, എങ്ങനെ അറിയും, എൻ്റെ ഒരു ദുആവും അള്ളാഹു സ്വീകരിച്ചിരുന്നില്ലെങ്കിൽ എത്ര നന്നായിരുന്നു. കാരണം അതിന് വലിയ പ്രതിഫലം അള്ളാഹു പരലോകത്തേക്ക് മാറ്റി വെച്ചിരിക്കാം. പിന്നെ നാം ദ്വാരുന്നതിന് കൂലിയുണ്ട്, ചൊല്ലി ഇസ്മിന് പ്രതിഫലം ഉറപ്പായി കിട്ടും. അത് ഉറപ്പാണല്ലോ. ചില ആഗ്രഹങ്ങൾ പൂവണിയാതിരിക്കുന്നതിന്റെ പിന്നിൽ നമുക്കറിയാതെ ചില ഹിക്മത്തുകളും ചില രഹസ്യങ്ങളും അതിലുണ്ട്. അത് നമുക്കറിയില്ല. പക്ഷെ അതിൽ എന്താ രഹസ്യം ഉള്ളത്? അത് പൂർത്തിയായി ഇപ്പൊ അടുത്തന്നെ ഒരു ഫ്ലൈറ്റ് അപകടത്തിൽ പെട്ടല്ലേ, അയാൾക്ക് ആ ഫ്ലൈറ്റിൽ വരാൻ സാധിക്കാത്തതിന്റെ പേരിൽ അയാൾ വലിയ സങ്കടപ്പെട്ടു. അവസാനം അത് അപകടത്തിൽപ്പെട്ടതിലുള്ളവരെല്ലാം മരണപ്പെട്ടു എന്നുള്ള വാർത്ത കേൾക്കുമ്പോൾ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു. അതുവരെ അള്ളാഹുവിനെ ശപിച്ചുകൊണ്ടിരുന്നയാള്, ഇത് നഷ്ടപ്പെട്ടല്ലോ എന്ന് പറഞ്ഞു. നമുക്കറിയില്ല, ചില ആളുകളുണ്ടല്ലോ, വാഹനത്തിൽ പോയിട്ട് ഇറങ്ങി പിന്നെ വീട്ടിലേക്ക് മടങ്ങിയവരുണ്ട്. കുറച്ച് കഴിയുമ്പോൾ വാട്സപ്പിൽ കാണുമ്പോഴാണ് അത്ഭുതപ്പെടുന്നത്, ആ പോയവരെല്ലാം ബൈക്ക് അപകടത്തിൽ മരണപ്പെട്ടു, ഞാനും ഇരിക്കേണ്ടിയിരുന്നു ആ ബൈക്കിൽ, ഞാൻ രക്ഷപ്പെട്ടു എന്ന്. കാരണം ആ സുഹൃത്തുക്കളുടെ ചില വെറുപ്പിന്റെ വാക്കുകൾ, ചില സംസാരത്തിന്റെ ശൈലികൾ ഇഷ്ടപ്പെട്ടില്ല, പോയില്ല. പക്ഷെ അത് ഖൈറിനാണ് എന്ന് അവൻ അറിഞ്ഞത് എപ്പോഴാ? ഇത് അപകടത്തിൽ പെടുമ്പോഴാണ്. അപ്പൊ ചിലത് അപകടങ്ങളൊക്കെ അങ്ങനല്ല പറഞ്ഞത്, അതിൽ ചിലതിലൊക്കെ അള്ളാഹു ചെറിയ ഖൈറുകൾ വെച്ചിട്ടുണ്ട്. ആണിതെല്ലാം അത് നല്ലതിനാണ്. അത് നമുക്ക് മനസ്സിലാകുന്ന വൈകിട്ടാണ്. ആ പരലോകത്തൊക്കെ ഇപ്പൊ മാരകമായ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, സങ്കടപ്പെടുന്നവർ, പ്രയാസപ്പെടുന്നവരൊക്കെ ഉണ്ട്. അവർ നാളെ പരലോകത്തുണ്ടല്ലോ, സന്തോഷിക്കും. നാമൊക്കെ പറയും ചില ആളുകൾ, പക്ഷെ എനിക്കും രോഗമായിരുന്നെങ്കിലും എന്ത് പ്രതിഫലം അവർക്ക് അള്ളാഹു കൊടുക്കുന്നത്.
അവർ ക്ഷമിച്ചതിന് എനിക്ക് സ്വർഗ്ഗമാണ് അള്ളാഹ് കൊടുക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ വേദനകൾ വരും, നൊമ്പരങ്ങൾ വരും, പരീക്ഷണങ്ങൾ ഇങ്ങനെ നിരന്തരമായി വരും. പരീക്ഷണങ്ങൾ വരുന്ന സമയത്തൊക്കെ തരണം ചെയ്യാം. അതിനൊക്കെ പ്രതിഫലം കിട്ടുന്നത് കണ്ടാൽ പരീക്ഷണോട് നമുക്ക് ജീവിക്കാൻ കൊതിച്ചു പോകും. നാളെ പരലോകം ഞങ്ങൾ പാപികളല്ലേ, അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ. പ്രിയമുള്ളവരെ, നാം ആ വീഡിയോയിൽ പറഞ്ഞിരുന്നു, അതായത് തുടരെയായി ഇടമുറിയാതെ 21 ദിവസം തുടരെയായി സൂറത്തുൽ ഫത്ഹിനെ കുറിച്ച് പറഞ്ഞിരുന്നു. സൂറത്തുൽ ഫത്ത് തുടരെയായി ദിവസം ഓരോന്ന് വെച്ച് ഓതുക. എന്നിട്ട് 489 തവണ യാ ഫത്താഹു യാ അള്ളാഹ് എന്ന് ചൊല്ലണം. പിന്നെ ഒരു സ്വലാത്ത് കൂടി പറഞ്ഞ് ദുആ ചെയ്യണമെന്ന് പറഞ്ഞു, 11 സ്വലാത്ത്. അങ്ങനെ ആ സഹോദരി അങ്ങനെ ചെയ്തു. 21ാമത്തെ ദിവസം ആ സഹോദരിക്ക് വലിയ മാറ്റമുണ്ടായി. ആ ആഗ്രഹിച്ച കാര്യം ആ സഹോദരി ആഗ്രഹിക്കുന്നതിനേക്കാൾ വളരെ സന്തോഷകരമായ. നാം അങ്ങനെ വിചാരിക്കും, ചില കാര്യം ഇന്ന രീതിയിൽ നടക്കണമെന്ന് ഉദ്ദേശിച്ചിരിക്കാം, പക്ഷെ അത് നടക്കുന്ന എങ്ങനെ അറിയോ, നമ്മെ തന്നെ അത്ഭുതപ്പെടുത്തുകയാണ്. എൻ്റെ ജീവിതത്തിലേക്ക് ഒരുപാടുണ്ട്, വീഡിയോയിൽ പറയാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ പറയുന്നില്ല. എന്നെ തന്നെ അത്ഭുതപ്പെടുത്തിയ സംഭവങ്ങളുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നാം ഇന്ന് തന്നെ അനുഭവിച്ചിരിക്കുന്ന ചില അനുഗ്രഹങ്ങൾ നാം ഒരിക്കലും മോഹിക്കാത്ത, നാം ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഇത്രയും സൗഭാഗ്യം അല്ലാഹു നമുക്ക് നൽകുമെന്ന് വിചാരിച്ചു പോലും ഇല്ലാത്ത ഒരുപാട് സൗഭാഗ്യങ്ങൾ കൊണ്ട് അല്ലാഹു നമ്മളെ നിറച്ചിട്ടുണ്ട്. നാം അത് ഓർക്കണം. നമ്മുടെ കുറച്ച് ദിവസങ്ങൾ, വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു യാത്രയും ഇപ്പോഴുള്ള ചില ആളുകൾക്ക് നിഅമത്ത് വരുമ്പോൾ ആ നിഅമത്തിനെ കുറിച്ച് അള്ളാഹുവിന് ഒരു അൽഹംദുലില്ലാ എന്ന് പറയാൻ പോലും സമയം ഉണ്ടാവില്ല. നിക്കുമത്തുകളെ കുറിച്ച് ഓർക്കും, നമുക്കുണ്ടായ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകളെ കുറിച്ച് ഓർക്കും എന്നല്ലാതെ നമുക്കുണ്ടായ നിഅമത്തുകളെ കുറിച്ച് നാം അള്ളാഹുവിന് സ്തുതി പറയണം. നാം നന്ദി ഉള്ളവരായാൽ നമുക്ക് കിട്ടുന്ന ഒരു ഗുണം വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി പറയുന്നു, അള്ളാഹു ജാസ്തിയാക്കി തരുമെന്നാണ്. ധാരാളം ഇസ്തിഗ്ഫാർ പറയണം, ധാരാളം തഹ്മീദ്, ഹംദ് പറയണം. അൽഹംദുലില്ലാ, നമുക്ക് കിട്ടുന്ന നമ്മുടെ ജീവിതത്തിന്റെ ബർക്കത്തിന്റെ ഓരോ ഘട്ടങ്ങളാണ് ഇത്. നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ എല്ലാ കാര്യത്തിലും ബർക്കത്ത് വേണമെങ്കിലൊക്കെ ഇത്രത്തുള്ള കാര്യം നാം എന്ത് ചെയ്യുമ്പോൾ തുടങ്ങുമ്പോൾ ബിസ്മി കൊണ്ടായിരിക്കാം, വലത് കൊണ്ടായിരിക്കുക, ഹംദ് പറയുക. ഇതൊക്കെ വലിയ ബർക്കത്താണ്. ചെറിയ ചെറിയ കാര്യങ്ങളെ കൊണ്ട് നാം നേടിയെടുക്കുന്നത് വമ്പിച്ച നേട്ടങ്ങളാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തന്ന ഓരോ അനുഗ്രഹത്തെക്കുറിച്ച് ഓർക്കുക. നമ്മുടെ താഴെ ഉള്ളവരെ ഓർക്കുന്നു. രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, നമ്മേക്കാൾ പ്രായമുള്ളവർ, നമ്മളെക്കാൾ മുമ്പ് ഖബറിലെത്തിയവരുണ്ട്. നാം ഇന്ന് സന്തോഷത്തിൽ ജീവിക്കുന്നുണ്ട്, വളരെ റാഹത്തോടു കൂടി ജീവിക്കുന്നുണ്ട്, സാമ്പത്തികമായി വലിയ സന്തോഷത്തിൽ കഴിയുന്നുണ്ട്. ചില വീടുകളിലേക്ക് പോകണം, ഒരു നേരത്തെ ബിസ്ക്കറ്റ് വാങ്ങാൻ വേണ്ടി പണമില്ലാതെ ആ കുട്ടികൾ പൊട്ടിക്കരയുന്ന സമയത്ത് ഉമ്മ ടെൻഷൻ അടിച്ചിരിക്കുന്ന രംഗങ്ങളൊക്കെ ഓരോ വീട്ടുകളിലുണ്ട്. അൽഹംദുലില്ലാഹ്, നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായ ജീവിതമാണ്. സാമ്പത്തികമായിട്ടും ശാരീരിക എല്ലാത്തിനും റാഹത്തിനുണ്ടാകും. നമ്മുടെ പ്രായമുള്ളവർ രോഗികളായിട്ടുണ്ട്. നമ്മുടെ അതേ പ്രായമുള്ള, നമ്മുടെ കൂടെ പഠിച്ചവർ, നമ്മുടെ കൂടെ ഉള്ളവർ ഇന്ന് വലിയ പ്രയാസത്തിൽ കഴിയുന്നുണ്ട്. ആ സമയത്തൊക്കെ അവർക്ക് വേണ്ടി ദുആ ചെയ്യണം. അതോടുകൂടി അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ, ഒരു കാലത്ത് നാം പഠിച്ചവരാണെങ്കിലോ നമ്മുടെക്കാൾ ഉയർന്ന മേഖലയിലായിരിക്കാം, പല വിഷയത്തിൽ നല്ല കഴിവുള്ളവരായിരിക്കാം. അൽഹംദുലില്ലാഹ്, ഇന്ന് നാം അവരെക്കാൾ മുകളിലെത്തുമ്പോൾ അതിനെക്കുറിച്ച് ഓർത്ത് അള്ളാഹുവിന് ശുക്റുള്ളവരാകണം. അള്ളാഹു നന്ദിയുള്ള അടിമകളെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.